അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏതൊരാളെയും അടുത്തറിയുമ്പോഴാണ് നമുക്ക് അയാളോടുള്ള സ്നേഹം വർദ്ധിക്കുക. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ അടുത്തറിയുമ്പോൾ ആ പ്രവാചകനിലുള്ള നമ്മളുടെ വിശ്വാസവും ആ പ്രവാചകനുള്ള സ്നേഹവുമൊക്കെ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മളോട് കൂടെയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പ്രവാചകനെ കാണുവാനും ആ പ്രവാചകനോടുകൂടെ സഹവസിക്കുവാനുമൊക്കെ ശ്രമിക്കാമായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിപൂർണമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് വായിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നാം സ്നേഹിക്കുന്നവരെ അടുത്തറിയാൻ ശ്രമിക്കൽ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. പക്ഷേ ജീവിതത്തിൽ സ്വന്തം ജീവനേക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എത്രത്തോളം അടുത്തറിയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മപരിശോധന വിശ്വാസികളുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിവരിക്കുകയാണ് ഹദീസ് ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ ഇസ്ലാമിക ലോകത്തെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ. മഹാനായ ഇമാം തുർമുദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥമായ സുനൻ തുർമുദി അത് രചിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ ഏറെ പ്രസക്തമാണ്. വമൻ കാന ഫീ ബൈതിഹി ഹാദൽ കിതാബ്, ആരുടെയെങ്കിലും വീട്ടിൽ ഈ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത ശകലങ്ങൾ വിവരിക്കുന്ന ഈ ഗ്രന്ഥമുണ്ടെങ്കിൽ ഫകഅന്നമാ ഫീ ബൈതിഹി, അവൻ്റെ വീട്ടിലുള്ള പോലെയാണ്, നബിയുൻ യതകല്ലമു, അവനോട് സംസാരിക്കുന്ന ഒരു പ്രവാചകനുള്ള പോലെയാണ് എന്ന്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എത്രത്തോളം നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ആ പ്രവാചകൻ്റെ ജീവിതത്തെ നമ്മൾ പകർത്തേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു നേർചിത്രമാണ് അദ്ദേഹം വിവരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയും തോറും ഖുർആനിനെയാണ് നമ്മൾ അടുത്തറിയുന്നത്. ഖുർആനിൻ്റെ ആദ്യത്തെ തഫ്സീർ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടല്ലോ, എന്തായിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം? കാന ഖുൽഖു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ, പ്രവാചകൻ്റെ സ്വഭാവം എന്നുള്ളത് വിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ് നമ്മുടെ ഉമ്മ മറുപടി നൽകിയത്. എന്നിട്ട് അവർ ആയത്തോതി വ ഇന്നക ലഅലാ ഖുൽഖിൻ അളീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മഹിതമായ സ്വഭാവത്തിലാണ് എന്നുള്ള ആയത്തോതുകയാണ്. ഇതറിയണമെങ്കിൽ പ്രവാചകൻ്റെ ജീവിതം നമ്മൾ പഠിച്ചറിയണം. ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിലാണ്. അതിൻ്റെ ആയത്തിൻ്റെ പൊരുൾ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പ്രവാചക ചരിത്രം കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്താറുണ്ട്. ഖുർആനിൻ്റെ സന്ദർഭം എന്നുള്ളതും പ്രവാചകൻ്റെ ജീവിതമാണ്. അതറിയുമ്പോൾ നമുക്കതിലൂടെയൊക്കെ പ്രവാചക ജീവിതത്തെ സംരക്ഷിക്കാൻ കൂടി നമുക്ക് സാധിക്കുന്നു. പ്രവാചകൻ്റെ ജീവിതം അറിയുന്നതിനനുസരിച്ച് ഖുർആനിനോട് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാകാറുണ്ട്. അത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിയാലാണ് അതിനെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. സൃഷ്ടാവായ റബ്ബിൻ്റെ മനുഷ്യർക്കുള്ള ഈ നിരക്കുള്ള അവരുടെ ജീവിതം എങ്ങനെ പരിവർത്തിപ്പിക്കണം എന്നതിൻ്റെ കൃത്യമായ നേർരേഖയാണല്ലോ വിശുദ്ധ ഖുർആൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. പ്രായോഗിക മാതൃക നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പ്രായോഗിക മാതൃകയാണ് പ്രവാചകൻ്റെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പ്രവാചകൻ്റെ ജീവിതവും പ്രവാചകൻ്റെ ചരിത്രവും ഒക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചക ജീവിതത്തിൻ്റെ ചരിത്രമുണ്ടെങ്കിൽ ഖുർആനിനെ നേരെ ചൊവ്വെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതുപോലെ സംരക്ഷിക്കപ്പെട്ട ഒരു ജീവചരിത്രം മനുഷ്യ ചരിത്രത്തിൽ വേറൊരാളുടേതുമില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടലാസ് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്തായിരുന്നിട്ട് പോലും പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അടുത്തറിയുവാനും ആ പ്രവാചകനെ സ്നേഹിക്കുവാനും ആ പ്രവാചകനെ പിൻപറ്റുവാനും ആ പ്രവാചകൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.